പാപ്പച്ചൻ ചേട്ടൻ പറയുന്നതേ ജയിലൊക്കെ ധീരമാരി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ഭാര്യയാണ്, ഇനി പെൻഷനും കിട്ടും. അവിടെ നല്ല ഫുഡൊക്കെ കിട്ടോ? ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. മതിയുടെ ഇളിച്ചത്. എന്ത് പറഞ്ഞാലും ചില കോമഡി ഷോയിലെ ഓഡിയൻസിനെ പോലെ ഇളിച്ചോണ്ടിരിക്കും. വേഗം കഴിച്ചോ, പിടിച്ചെന്നാ ഒന്നുമില്ല. ഈ മെക്സിന്ന് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചതേ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു കറുത്തൊരു കായാന്നാ. ഞാൻ വിചാരിച്ചതിനെ പറ്റി പറയാതിരിക്കുക നല്ലത്. പക്ഷെ എനിക്ക് അതല്ല, ഈ നാട്ടുകാർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഒരു അറിവില്ലേ. ഇതിനെ പറ്റി നമുക്കേ അറിയില്ല, പിന്നെയല്ലേ നാട്ടുകാർക്ക്. അല്ല സാറേ, ഈ ഫോറൻസിക് റിസൾട്ട് വരാതെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഏർപ്പാടാ എനിക്ക് മനസ്സിലാവാത്ത. ഫ്ലൈങ് സ്ക്വാഡ് കയറി വന്നതാ ആകെ പണിയായത്. ഇപ്പൊ അന്വേഷണം മുഴുവൻ നമ്മളെ തലയിൽ. പാപ്പച്ചനപ്പ 4-5 കൊല്ലം അകത്താ അല്ലേ സാറേ? പിന്നെ അല്ലാതെ ഒരപ്പംപാറയിലെ പുള്ളിമാൻ കേസ്, ആ കുര്യാക്കോസില്ലേ, അയാൾക്കും കിട്ടിയല്ലോ 1.5 കൊല്ലം. ആ കേസ് ഇതുപോലെ തന്നെയല്ലേ? അങ്ങേര് ഇതുപോലെ ഒറ്റക്കല്ലല്ലോ, അതാ ഒരു വ്യത്യാസം. സംഭവം ആള് കൂടിയ മനുഷ്യന്റെ കൊലപാതകമാണേലും ശിക്ഷ കുറയില്ലേ സാറേ? ഏയ് അങ്ങനെയല്ല അലക്സേ, ഇതിലെ പാപ്പച്ചൻ തൂങ്ങും. കേസ് നമ്പർ 3/2023, രാജക്കാട് ഫോറസ്റ്റ് സ്റ്റേഷൻ, കാട്ടുപോത്ത് വെടിവെപ്പ് കേസ്. 1-ാം പ്രതി പുത്തൻ വീട്ടിൽ പാപ്പച്ചൻ. ഹാജർ. നമസ്കാരം. നമസ്കാരം. എന്റെ ചേംബർ ഇതാണ്. അതാണല്ലേ? ഇളവുന്നുണ്ടല്ലോ? പറഞ്ഞാൽ വീഴും. കേറിക്കോ. ജഡ്ജി നമസ്കാരം. താങ്ക് യു. വായന അങ്ങനെ ശീലമൊന്നുമില്ല, എന്നാലും കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അതല്ലല്ലോ, അത്രേ ഉള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അയ്യോ, അതിന് ഇതിനകത്ത് ആവശ്യമില്ല, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. എന്റെ കൊച്ചിലോട്ടുള്ള ലൈൻ അതാ. സൈലൻസ് സൈലൻസ്. ഇന്ത്യൻ ഭരണഘടനയാ, പാപ്പച്ചൻ കൈവച്ചങ്ങ് പറഞ്ഞു വെച്ചാൽ മതി. അത് ഇതാണോ? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ, പോരെ? അല്ല, ഇതാരെ പോളി വക്കീലോ? അതേ മാഡം. കണ്ടിട്ട് കുറെ കാലം ആയല്ലോ. കൃഷിയും പരിപാടിയൊക്കെ അങ്ങ് വിട്ടോ? തൽക്കാലം വിട്ടു മാഡം. നല്ലൊരു കേസ് കൈ കിട്ടിയപ്പോൾ ഈ വാഴ നനയ്ക്കലും വളവിടലും ഒക്കെ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചു. ഇപ്പൊ അവരാ ബെസ്റ്റ്. ഓഹോ, അത്രയ്ക്ക് നല്ല കേസാണ്. അതെ മാഡം. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങാം മാഡം. പ്രൊസീഡ്. യുവർ ഓണർ, കേരള സംസ്ഥാനത്തെ ഞെട്ടിക്കുന്ന ഒരു കേസിന്റെ തെളിവുകളുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറ എന്റെ വക്കീലെ. നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. അതിൽ തന്നെ ഈ ഫോറസ്റ്റ് റൂൾസ്, വന നിയമങ്ങൾ ഏറെ പ്രത്യേകതകളുള്ളതാണ്. പ്രതിയിൽ നിന്നോ പ്രതിയുടെ വീട്ടിൽ നിന്നോ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഇറച്ചിയുടെ സാമ്പിൾ ഫോറൻസിക് എക്സാമിനേഷൻ അയച്ചു കൊടുത്തിട്ട് കൃത്യം 7 ദിവസമായി. അതിന്റെ റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാർ വായും പൊളിച്ചിരിക്കുക. കഷ്ടമൊന്നല്ലാതെ എന്തു പറയാൻ. വെറുതെ അല്ല ആനകൾ കൂട്ടത്തോടെ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വക്കീലെ വേണ്ട. സോറി യുവർ ഓണർ. അതിന് മുമ്പല്ലേ നിങ്ങൾ ജാമ്യഹർജി എന്നത്? അത് പരിഗണിച്ചതാണോ ഇപ്പൊ കുറ്റമായത്? അല്ല, ഇല്ല മാഡം, ഈ കേസുമായിട്ട് പ്രതിയുടെ വക്കീൽ കേസുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധാരാളം സമയമുണ്ട്. തൽക്കാലം അവിടെ ഇരിക്കെ. ആദ്യം ഇതിനൊരു തീരുമാനമാകട്ടെ. താങ്ക് യു യുവർ ഓണർ. എന്ത് പറഞ്ഞാലും ഫുള്ള് ഡാർക്കാണ്. അയ്യോ, ബഹുമാനപ്പെട്ട കോടതിയെ കുറിച്ചല്ല, ഈ ബ്യൂറോക്രസിയുടെ പിടിപ്പുകേടിനെ കുറിച്ചാണ് പറഞ്ഞത് മാഡം. ഉദ്യോഗസ്ഥ മേധാവിത്വം. അതാ കോടതി എന്റെയും കൂടെ ചോറല്ലേ മാഡം? അല്ല, ഈ കേരള സംസ്ഥാനത്തെ ആകെ ഞെട്ടിക്കുന്ന ഏതോ തെളിവിനെ കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്ന് പറ. ഞെട്ടുമെന്ന് നോക്കാമല്ലോ. ഉണ്ട് മാഡം, അത് കേട്ടാ മാഡം ഞെട്ടി തരിച്ചു. ഇതാ ഞാൻ പറഞ്ഞു. കൊടുത്തേക്ക്. എന്തോ നടക്കും? എൻ്റെ കക്ഷി പാപ്പച്ചൻ എനിക്ക് നേരത്തെ അറിയാം യുവർ ഓണർ. ഈ പത്രങ്ങളിലൊക്കെ പടം അച്ചടിച്ച് വരാനും നാട്ടിലെ ധീരനായ നായാട്ടുകാരനാണെന്ന് അറിയപ്പെടാനും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു പഞ്ചഭാവമാണ് പാപ്പച്ചൻ. അതുകൊണ്ടാണ് ഈ വേഷം കെട്ട് നടത്തിയത്. ചുരുക്കി പറഞ്ഞാൽ നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അല്ലേ? അതുകൊണ്ട് പാപ്പച്ചനെ വെറുതെ വിടണം. നിരപരാധിയാണ്, 100% നിരപരാധിയാണ് യുവർ ഓണർ. പ്ലീസ്. എന്താണോ പാപ്പച്ച ഇത്? താൻ പറയുന്നു താൻ പ്രതിയാണെന്ന്, തന്റെ വക്കീല് പറയുന്നു താൻ നിരപരാധിയാണെന്ന്. ഒരിക്കലുമില്ല സർ. ഈ വക്കീലിന്റെ മനഃപൂർവ്വം നാണം കടത്ത എന്തൊക്കെയോ പറയുവാണ്. എടോ കോപെ തന്നെ ആരോടോ കേസ് ഏൽപ്പിച്ചത്? പാപ്പച്ചോ, ഇത് കോടതിയാ. മാഡം, ഞാൻ മാഡത്തിന്റെ മുന്നിൽ ഹാജരാക്കിയത് ഈ പ്രോസിക്യൂഷൻ പറഞ്ഞ
കണ്ടാൽ തിരിച്ചറിയാവുന്ന 60ഓളം പ്രതികൾ അവര് കഴിച്ച അതേ ഇറച്ചിയുടെ എരുമ ഇറച്ചിയുടെ ഫോറൻസിക് പരിശോധനാ ഫലമാണ്. അതെ മാഡം, ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന നിരപരാധിയായ എന്റെ കക്ഷി അന്ന് വീട്ടിൽ വിളമ്പിയത് തവിടും കൊപ്ര പിണ്ണാക്കും പച്ചപ്പുല്ലും കഞ്ഞിവെള്ളവും കുടിച്ച് വളർന്ന ദിവസം 4 ലിറ്റർ കറവയുള്ള ഒരു സാധാരണ എരുമയുടെ ഇറച്ചിയാണ്. കോടതി ഇത് നുണയാണ്, പച്ചക്കള്ളം. ആ ബുക്കിംഗ് കൊടുത്തേ, അതിൽ കൈ വെച്ച് പറ. അതിന്റെ ആവശ്യമൊന്നുമില്ല, മാഡത്തിന് എന്നെ എത്രയോ കൊല്ലമായിട്ട് അറിയാം. മാഡം, എന്റെ എഫേർട്സിലൂടെ, എന്റെ സ്വന്തം പ്രയത്നത്തിലൂടെ എന്റെ കക്ഷി നിരപരാധിയാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് മാഡം, സന്തോഷമുണ്ട്. പ്രതിഭാഗം വക്കീല് ശേഖരിച്ച സാമ്പിളിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ വെറുതെ വിടുന്ന ഏർപ്പാട് ഇന്ത്യൻ ജുഡീഷ്യറി സംവിധാനത്തിൽ ഇല്ല. വക്കീലിനും അറിയാവുന്നതല്ലേ. റിസൾട്ട് വരട്ടെ, അതുവരെ ജാമ്യത്തിൽ പൊക്കോട്ടെ. കോടതി ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, ചോദിക്കേ. എന്നെ വെറുതെ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലേ? എന്നാ ശരി. ഞാൻ കാട്ടിക്കറി വെടിവെച്ചത് എരുമയാണെന്ന് നിന്നോടാണ് പറഞ്ഞത്. നീ കുറെ വെടിവെച്ച് നിന്റെ തന്ത എന്നെയാ പറഞ്ഞത് അത് കാട്ടുപോത്തിന്റെ ഇറച്ചി അല്ലെന്ന്. അങ്ങേർക്ക് കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ തന്തക്കല്ലാതെ വേറെ ആർക്കാടാ അറിയാവുന്നത് കാട്ടുപോത്തിന്റെ ഇറച്ചിയെ കുറിച്ചൊക്കെ? പേരക്കുട്ടിയുടെ ആദ്യ കുർബാനയ്ക്ക് പോയില്ലേ? വെറുതെ നാട്ടുകാരുടെ മുമ്പ് നാണം കെടാൻ. പോളി എന്നാടി എന്നാ ഇത് അവിടുന്ന് തന്നു വിട്ടതാ. അവിടുന്ന് തന്നു വിട്ടതാ കാട്ടുപോത്തിന്റെ ഇറച്ചി. ആണോ? മോള് തന്നു വിട്ടതാ. അവനെ മാറ്റേണ്ടത് കാട്ടുപോത്ത്. കാട്ടുപോത്തിന്റെ പിടുക്ക് ചുട്ടു നിന്നിട്ടുണ്ടോ ഈ മാത്തച്ഛൻ? ആ എന്റെ അടുത്ത് അവന്റെ ഒരു എരുമയുടെ ചവ് കൊണ്ടുവന്നിട്ടോ അത് കാട്ടുപോത്ത് അമിച്ചു. കേട്ടവൻ. കേരളക്കരെ ഞെട്ടിച്ച രാജാക്കാട് കാട്ടുപോത്ത് വെടിവെപ്പ് കേസ് വൻ വഴിത്തിരിവിലേക്ക്. കാട്ടുപോത്ത് ഇറച്ചിയുടെ ഫോറൻസിക് ഫലം വന്നു. ഇറച്ചി എരുമയുടേതാണ്. ഇതോടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വെട്ടിലായിരിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു കേസ് ഉണ്ടായാൽ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഇന്നൊട്ടും സാഹചര്യമില്ലാത്ത കേരളത്തിൽ ഇനിയും ഇതുപോലുള്ള നിരപരാധികളായ പാപ്പച്ചന്മാർ റിമാൻഡിൽ കഴിയേണ്ടി വരും എന്ന ദുരവസ്ഥയ്ക്കാണ് കേരളം. ആരാധകരെ ശാന്തരാകും. എല്ലാവരും സെൽഫി എടുക്കുന്നതായിരിക്കും. ഞാൻ നിന്റെ ആരാധകർ ഒന്ന് പോയടാണെന്ന്. നീ കാരണടാ ഞങ്ങൾ ഗഡിയിലായത്. ചേട്ടാ ഇങ്ങനെയാണോ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? പോരാ ചെറിയൊരു പരിപാടി. നമസ്കാരം. ഡെപ്യൂട്ടി ഇല്ലേ? വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിച്ചോളാം. എന്റെ ആവശ്യമില്ലേ? സാറേ ഒരു മിനിറ്റ്, ഒന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാനാ. ചായം കടിയും തുറക്കല്ലേ, പോയിട്ട് ഇത്തിരി തിരക്കുണ്ട്, അതാ. വരണം വരൂ. ചോദിക്കട്ടെ? ഇരിക്കണം സാർ. ഇരിക്കൂ. ഇത്രയും ഗംഭീരമായിട്ട് രാജാക്കാട് കാട്ടുപോത്ത് കേസ് എഴുതിയത് ഈ കൂട്ടത്തില് ഏത് സാറാണ്? അല്ല മടിക്കണ്ട, കടന്നു വരൂ. കാട്ടുപോത്തിന്റെ ചെവിയുടെ പുറകിൽ നിന്ന് കിട്ടിയ വെടിയുണ്ട. രണ്ടാം പ്രതി ബെന്നിയുടെ ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ തൊണ്ടിയായ ഇറച്ചി. സത്യല്ല? എല്ലാം കൊള്ളാം. പക്ഷേ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചപ്പോ
അതെങ്ങനെ കാടിവെള്ളം മാത്രം കുടിച്ചു വളർന്ന ഒരു എരുമയുടെ ഇറച്ചിയായി മാറി. അതാണ് പോയിന്റ്. പാപ്പച്ച തന്നെ കോടതി വെറുതെ വിടും. ആരോട് ചോദിച്ചിട്ട്? ഇതിനാണോ ഇക്കണ്ട പണിയൊക്കെ ഞാൻ എടുത്തത്? പറ. നട്ടപ്പാതിരിക്ക് ഉറക്കം കളഞ്ഞ് കാട്ടി കയറിട്ട് അവസാനം ഞാൻ അയ്യോ പേടിച്ചു പോയോ? പാപ്പച്ച എന്താണോ താനിങ്ങനെ? തനിക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? തന്നെ കോടതി ശിക്ഷിക്കില്ല എന്നാ പറഞ്ഞത്. എന്ത് കാര്യത്തിന്? എനിക്ക് ഇന്ത്യൻ ജുഡീഷ്യറോടും നിങ്ങൾ ഫോറസ്റ്റുകാരോടും ഒടുക്കത്ത് ബഹുമാനമാണ്. അതുകൊണ്ട് തന്നെ മാമലക്കുന്ന് തിരുനാൾ കൊടിയിറങ്ങുമ്പോൾ പാപ്പച്ചൻ ഒന്നുകൂടെ കയറി വരും. ഇവൻ എന്തായാലും വരും. കാട്ടുപോത്ത് എരുമയെ മാറിയതിന് കോടതി കയറണോ? അതോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് എന്നെ സന്തോഷമായിട്ട് വിലങ്ങണിയിച്ച് എന്റെ സത്യസന്ധത തെളിയിച്ച് മര്യാദയ്ക്ക് പെൻഷൻ പറ്റണം? ചിന്തിക്കാം. ഞാനൊരു സിഗ്നൽ കൊടുത്താൽ മതി. പുറത്ത് പേരിൽ പിടിച്ചിരിക്കുന്ന ലോക്കൽ ചൊന്നിട്ട് ഇവിടെ ക്യാമറ കളിച്ചിട്ട് പോകും. വിളിക്കണം. ഞാൻ നടക്കട്ടെ സാറേ. അപ്പൊ ശരി, അപ്പൊ നമസ്കാരം. ആരും ബഹളം വെക്കണ്ട, ശാന്തരാവൂ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മാന്യമിത്രങ്ങളെ, രാജാക്കാട് പോത്ത് കേസിൽ എൻ്റെ ഒരു വെടിമൂലം നിങ്ങളിൽ പലരുടെയും സമാധാനം പോയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കതിൽ ഖേദമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുണ്യാളൻ്റെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ കേരള ഫോറസ്റ്റ് മാമലക്കുന്ന് സെക്ഷൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാതിരിക്കില്ല. നമുക്ക് പിരിയാം. സന്തോഷം. തൊണ്ടിയിൽ ആമ്പല് വളർത്തുന്നു. നിന്റെ ഒരു എന്നെ കൊണ്ടത് പറയിപ്പിക്കണ്ട. ഇവന് പ്രാന്താണ്. ഒന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. മാറിയ എല്ലാരും ബാഗ് ചെയ്തോ.